പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും പൊൻകണിയൊരുക്കി മലയാളികൾ വിഷു ആഘോഷിച്ചു. കണ്ണനെ കണി കാണാൻ ഗുരുഭവനപുരിയിലെത്തിയത് ആയിരങ്ങൾ. സമരം ചെയ്യുന്നവരോട് സർക്കാരിന് അലർജിയാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ആശാവർക്കർമാരോട് സർക്കാർ ചെയ്യുന്നത് കൊലച്ചതിയെന്നും ചെന്നിത്തല. മാള മേലടൂരിൽ മദ്യലഹരിയിൽ കാർ ഓടിച്ച് പോലീസുകാരന്റെ അപകടയാത്ര. ചാലക്കുടി ഹൈവേ പോലീസ് വാഹനത്തിലെ ഡ്രൈവർ അനുരാജാണ് അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചത്. സംഭവത്തെ തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. കാലങ്ങളായി ഇഴഞ്ഞു നീങ്ങിയിരുന്ന തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നു. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പാതയുടെ നവീകരണം പുരോഗമിക്കുന്നത്. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട തൃശൂർ സ്വദേശിയിൽ നിന്നും 1 കോടിയിലധികം രൂപ തട്ടിയെടുത്ത പ്രതി ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലായി. നൈജീരിയൻ പൌരൻ ഓസ്റ്റിൻ ഓഗ്ബയാണ് പിടിയിലായത്. പെരുമ്പിലാവിൽ ചരക്ക് ലോറി ഇടിച്ച് ബൈക്ക് യാത്രികനായ വിദ്യാർത്ഥി മരിച്ചു. ഇടിച്ച ലോറി നിർത്താതെ പോയി. എരുമപ്പെട്ടിയിൽ ബൈക്കിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മലക്കപ്പാറ അടിച്ചിൽത്തൊട്ടി ആദിവാസി ഉന്നതിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവിന് ദാരുണാന്ത്യം. പിലാർമുഴിയിലും പരിയാരം കൊന്നക്കുഴിയിലും കാട്ടാനകൾ ഇറങ്ങി കൃഷി നശിപ്പിച്ചു. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും പൊൻകണിയൊരുക്കി മലയാളികൾ വിഷു ആഘോഷിച്ചു. മേടമാസത്തിലെ വിഷു പുലരിയിൽ കാണുന്ന കണിയുടെ പുണ്യവും സൗഭാഗ്യങ്ങളും വർഷം മുഴുവൻ നിലനിൽക്കുമെന്നാണ് വിശ്വാസം. ശ്രീകൃഷ്ണ വിഗ്രഹത്തിന് മുന്നിൽ തേച്ചൊരുക്കിയ ഓട്ടുരുളിയിൽ അരിയും നെല്ലും പാതി നിറച്ച് മുണ്ടും പൊന്നും കണിവെള്ളരിയും കണിക്കൊന്നയും നിറഞ്ഞു കത്തുന്ന നിലവിളക്കും കണികണ്ടാണ് മലയാളികൾ വിഷുവിനെ വരവേറ്റത്. കുടുംബത്തിലെ മുതിർന്നവരിൽ നിന്ന് കൈനീട്ടം വാങ്ങിയും പുതുവസ്ത്രങ്ങൾ ധരിച്ചും വിഭവ സമൃദ്ധമായ സദ്യ കഴിച്ചുമാണ് വിഷു ആഘോഷിച്ചത്. ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ കണി കാണാനും ദർശനത്തിനുമായി വൻ തിരക്ക് അനുഭവപ്പെട്ടു. കണ്ണനെ കണി കാണാൻ വൻ ഭക്തജന തിരക്ക്. മേടപ്പുലരിയിൽ ദർശന പുണ്യം തേടി ആയിരങ്ങളാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിയത്. പുലർച്ചെ 2:45 മുതൽ 3:45 വരെയുള്ള 1 മണിക്കൂറായിരുന്നു വിഷുക്കണി ദർശനം. നാഴികമണി 2 അടിച്ചതോടെ മേൽശാന്തി കവപ്ര മാറത്ത് അച്യുതൻ നമ്പൂതിരി കുളിച്ച് ഈറനണിഞ്ഞെത്തി ആദ്യം ഗുരുവായൂരപ്പനെ കണി കണ്ടു. തുടർന്ന് നാളികേരമുറിയിൽ നെയ്യൊഴിച്ച് ദീപം തെളിയിച്ച് ഗുരുവായൂരപ്പനെ കണി കാണിച്ചു. ഗുരുവായൂരപ്പന്റെ തങ്കത്തിടമ്പ് ആലവട്ടവും വെഞ്ചാമരവും കൊണ്ട് അലങ്കരിച്ച് സ്വർണ്ണ സിംഹാസനത്തിൽ വച്ചിരുന്നു. ഇതിന് താഴെയായാണ് ശാന്തിയേറ്റ കീഴ്ശാന്തിമാർ ചേർന്ന് ഓട്ടുരുളിയിൽ കണിക്കോപ്പൊരുക്കിയിരുന്നത്. 2:45 കിഴക്കേ ഗോപുരവാതിൽ തുറന്നതോടെ ഭക്തർ ക്ഷേത്രത്തിലേക്ക് ഓടിക്കയറി. കൺകുളിർക്കെ കണ്ണനെയും കണിയും കണ്ടു തൊഴുതു. ദർശനം കഴിഞ്ഞവർക്ക് മേൽശാന്തി വിഷുക്കൈനീട്ടം നൽകി. ശ്രീലകത്തിന് പുറമെ നമസ്കാരം മണ്ഡപത്തിലും കണിയൊരുക്കിയിരുന്നു. ഗുരുവായൂരപ്പനെ തൊഴുതു, കണി കണ്ടു. ഭയങ്കര തിരക്കാണ് ഗുരുവായൂരമ്പലത്തില്. ഗുരുവായൂർ ഭക്തയാണ് ഞാൻ. കണി ദർശനം അവസാനിച്ചതോടെ വാകച്ചാർത്തും അഭിഷേകവും അടക്കമുള്ള പതിവ് പൂജകൾ ആരംഭിച്ചു. കണി ദർശനത്തിന് ശേഷവും ഗുരുവായൂരപ്പനെ ഒരു നോക്ക് കാണാനുള്ള ഭക്തജന തിരക്ക് തുടർന്നു. ക്ഷേത്രത്തിൽ വിഷുവിളക്ക് സമ്പൂർണ്ണ നെയ്വിളക്കായാണ് ആഘോഷിക്കുന്നത്. വിഷു സദ്യയും ഉണ്ടായിരുന്നു. ഗുരുവായൂരപ്പനെ കണി കണ്ട് വിഷു കൈനീട്ടവും വാങ്ങി വിഷു സദ്യയുമുണ്ട്. ഗുരുവായൂരപ്പ ഭക്തർ ഒരു വിഷുദിനം കൂടി അവിസ്മരണീയമാക്കി. ക്യാമറമാൻ ആഷിഖ് വേലൂരിനോടൊപ്പം KV സുബൈർ, TCV ന്യൂസ്, ഗുരുവായൂർ. വിഷു സദ്യയ്ക്കായി കാറ്ററിംഗ് സ്ഥാപനങ്ങൾ ഒരുക്കുന്ന ഇൻസ്റ്റന്റ് സദ്യ വാങ്ങാൻ വിഷു നാളിൽ അബോധപൂർവമായ തിരക്കാണ് അനുഭവപ്പെട്ടത്. തൃശൂർ നഗരത്തിലെ പല കാറ്ററിംഗ് സ്ഥാപനങ്ങളും 5 പേർക്കുള്ള കിറ്റായാണ് സദ്യ ഒരുക്കിയത്. 5 പേർക്കുള്ള സദ്യയുടെ കിറ്റിന് 3000 രൂപയായിരുന്നു നിരക്ക്. ചോറും 8 തരം കറികളും 2 തരം പായസവും പപ്പടം, പഴം തുടങ്ങിയവ അടങ്ങുന്ന ഇല ഉൾപ്പെടെയുള്ള സദ്യ കിറ്റ് 8 പേർക്ക് കഴിക്കാം. പരിപ്പ് പ്രഥമൻ ലിറ്ററിന് 240 രൂപ, പാലട പ്രഥമൻ ലിറ്ററിന് 260 രൂപ, പഴം പ്രഥമൻ ലിറ്ററിന് 300 രൂപ എന്നിങ്ങനെയായിരുന്നു വിവിധ ഇനം പായസങ്ങളുടെ നിരക്ക്. കറികൾ വെവ്വേറെയും ലഭ്യമായിരുന്നു. ഒട്ടുമിക്കയിടങ്ങളിലും രാവിലെ 11 മണിയോടെ പായസവും സദ്യയും തീർന്നതോടെ പിന്നീട് സദ്യ വാങ്ങാനെത്തിയവർ കിട്ടുന്ന ഇടങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന അവസ്ഥയും ഉണ്ടായി. സമരം ചെയ്യുന്നവരോട് സർക്കാരിന് അലർജിയാണെന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് ശേഷം ശ്രീവത്സം അതിഥി മന്ദിരത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ചെന്നിത്തല. ആശാവർക്കർമാരോട് സർക്കാർ ചെയ്യുന്നത് കൊലച്ചതിയാണ്. ഇത്രയും ദിവസം സമരം ചെയ്തിട്ട് 1 രൂപ പോലും കൂട്ടിക്കൊടുക്കാമെന്ന് പറയാത്തത് ധാർഷ്ട്യമാണ്.
സർക്കാർ ചെയ്യുന്ന കൊലച്ചതിയാണ്. ആശാവർക്കർമാർ നമ്മുടെ സമൂഹത്തിൽ നമുക്കെല്ലാവർക്കും സേവനം നൽകുന്നവരാണ്. ഇത്രയും ദിവസം സമരം ചെയ്തിട്ടും 1 രൂപ കൂടുതൽ കൂട്ടിക്കൊടുക്കാമെന്ന് പറയാതെ സമരം പിൻവലിച്ചു പോകുമെന്ന് പറയുന്ന ധാർഷ്ട്യമാണ് ഗവൺമെന്റ് കാണിക്കുന്നത്. ഇതൊരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ചേർന്ന നടപടിയാണോ? കേരളത്തിന്റെ പൊതുസമൂഹവും മാധ്യമങ്ങളും ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടിട്ടും ധിക്കാരത്തിന്റെ പാതയിലൂടെ തന്നെയാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും പറയുന്നത് സമരം നിർത്തി വരണമെന്നാണ്. ഇതാണോ സമരം ചെയ്യുന്നവരോട് സ്വീകരിക്കേണ്ട സമീപനം? പാവങ്ങൾ വിഷുവായിട്ട് സ്വന്തം വീട്ടിൽ പോകാൻ കഴിയാതെ തെരുവിൽ സമരം ചെയ്യുകയാണ്. റാങ്ക് ഹോൾഡേഴ്സിൻ്റെ സമരവും അതുപോലെ തന്നെയാണ്. ഞങ്ങൾ എറിഞ്ഞു തരുന്ന പിച്ചക്കാശ് എടുത്ത് മുന്നോട്ട് പോവുക, ഞങ്ങൾ പറയുമ്പോൾ സമരം പിൻവലിക്കുക എന്ന സമീപനമാണ് സർക്കാരിൻ്റേത്. വനിതാ പോലീസിലേക്ക് റിക്രൂട്ട്മെന്റ് വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾ, ഞാൻ അവരുടെ കാര്യം മുഖ്യമന്ത്രിയെ നേരിട്ട് സംസാരിച്ചതാണ്, കത്ത് കൊടുത്തതാണ്. ആ സമരവേദിയിൽ അവർ കുഴഞ്ഞു വീഴുന്നു, അവർ ദുരിതം അനുഭവിക്കുന്നു. അവരുടെ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഈ സർക്കാർ സമരം ചെയ്യുന്നവരോട് അലർജിയാണ്. സർക്കാരിൻ്റെയും മുഖ്യമന്ത്രിയുടെയും ധിക്കാരത്തിനെതിരായുള്ള ജനകീയ പ്രക്ഷോഭം ഉണ്ടാകും. നിലമ്പൂർ സീറ്റ് UDF പിടിച്ചെടുക്കും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വൈകാതെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. അൻവർ UDFന് പിന്തുണ നൽകിയ ആളാണ്. ഞങ്ങൾ പിന്തുണ സ്വീകരിക്കുന്നു. നിലമ്പൂരിൽ ഇത്തവണ സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായുള്ള ജനവിധിയായിരിക്കും. അൻവറിൻ്റെ UDF പ്രവേശനത്തിൽ ചർച്ചകളായിട്ടില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. TCV ന്യൂസ്, ഗുരുവായൂർ. മാള മേലഡൂരിൽ മദ്യലഹരിയിൽ കാർ ഓടിച്ച പോലീസുകാരന്റെ അപകടയാത്ര. ചാലക്കുടി ഹൈവേ പോലീസ് വാഹനത്തിലെ ഡ്രൈവർ പാലിശ്ശേരി സ്വദേശി പറയംവളപ്പിൽ അനുരാജാണ് അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചത്. മദ്യപിച്ച് ലക്കുകെട്ട് പാഞ്ഞ അനുരാജിന്റെ കാർ 2 വാഹനങ്ങളിലിടിച്ചു. നിർത്താതെ പോയ കാർ പോസ്റ്റിലിടിച്ച് മറിയുകയായിരുന്നു. സ്കൂട്ടറിലും കാറിലുമാണ് കാർ ഇടിച്ചത്. വാഹനങ്ങളിൽ ഇടിച്ചിട്ടും കാർ നിർത്താൻ പോലീസുകാരൻ തയ്യാറായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. കാർ പോസ്റ്റിലിടിച്ച് മറിഞ്ഞതോടെ ഓടിക്കൂടിയ നാട്ടുകാർ പോലീസിൽ വിവരമറിയിക്കുകയും പോലീസെത്തി അനുരാജിനെ ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു. തുടർന്ന് നടത്തിയ വൈദ്യപരിശോധനയിൽ മദ്യപിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്ന് അനുരാജിനെതിരെ കേസെടുത്തു. മാളയിൽ മദ്യപിച്ച് വാഹനമോടിച്ച് അപകടം വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. മാള അന്നമനട റോഡിൽ മേലഡൂർ സ്കൂൾ ജംഗ്ഷനിൽ വെച്ച് അപകടം വരുത്തിയ ചാലക്കുടി ഹൈവേ പോലീസിലെ ഡ്രൈവറായ അനുരാജിനെയാണ് അന്വേഷണ വിധേയമായി റൂറൽ SP സസ്പെൻഡ് ചെയ്തത്. കാലങ്ങളായി ഇഴഞ്ഞു നീങ്ങിയിരുന്ന തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നു. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 218.44 കോടി രൂപ ചിലവഴിച്ചാണ് പാതയുടെ നവീകരണം നടക്കുന്നത്. തൃശൂർ മുതൽ കുന്നംകുളം വരെയുള്ള റോഡ് നവീകരണമാണ് അതിവേഗം പുരോഗമിക്കുന്നത്. കുടിവെള്ള വിതരണ പൈപ്പുകളടക്കം മാറ്റി സ്ഥാപിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. ആദ്യ കരാറുകാരൻ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കാത്തതിനെ തുടർന്ന് പദ്ധതി പ്രതിസന്ധിയിലായിരുന്നു. തുടർന്ന് എസ്റ്റിമേറ്റ് പുതുക്കി പുതിയ കമ്പനിയെ നിർമ്മാണം ഏൽപ്പിച്ചതോടെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേഗം കൂടിയത്. മഴക്കാലത്തിനു മുൻപ് സാധ്യമായ വിധത്തിൽ പണികൾ പൂർത്തിയാക്കാൻ കഴിയും വിധമുള്ള നിർമ്മാണ പ്രവൃത്തികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. മഴക്കാലത്ത് രൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന പൂങ്കുന്നത്തിനും പുഴയ്ക്കലിനുമിടയിൽ വെള്ളം ഒഴുകിപ്പോകാനായി വിവിധയിടങ്ങളിൽ കലുങ്കുകൾ പൊളിച്ച് വീതി കൂട്ടി ഉയർത്തി പണിയുന്ന പ്രവൃത്തികളും അതിവേഗം പുരോഗമിക്കുകയാണ്. മുതുവറയിൽ നിന്ന് തൃശൂർ ഭാഗത്തേക്കുള്ള റോഡ് കോൺക്രീറ്റ് ചെയ്ത് നവീകരിക്കുന്ന പ്രവൃത്തികളും ഇതോടൊപ്പം നടന്നുവരുന്നു. തൃശൂർ കേച്ചേരി കുന്നംകുളം പെരുമ്പിലാവ് എന്നിങ്ങനെ വിവിധ റീച്ചുകളായി തിരിച്ചാണ് പണികൾ നടന്നുവരുന്നത്. കുന്നംകുളം തൃശൂർ റോഡിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായ സ്ഥലങ്ങളിലെല്ലാം റോഡ് വീതി കൂട്ടിയാണ് നവീകരിക്കുന്നത്. തൃശൂർ പാറമേക്കാവ് മുതൽ ജില്ലാ അതിർത്തിയായ കല്ലുപുറം വരെയുള്ള 33 കിലോമീറ്റർ ദൈർഘ്യമുള്ള നിർമ്മാണ പ്രവൃത്തികളാണ് ഇപ്പോൾ നടത്തിവരുന്നത്. അതേസമയം റോഡ് നവീകരണത്തിന്റെ ഭാഗമായി തൃശൂർ കുറ്റിപ്പുറം റോഡിൽ അതിരൂക്ഷമായ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത്. നവീകരണത്തിന്റെ ഭാഗമായി മിക്ക സ്ഥലങ്ങളിലും വാഹനങ്ങൾ വഴിതിരിച്ചു വിടുകയോ ഒറ്റവരിയായി ഗതാഗതം ക്രമീകരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിലും ഗതാഗതക്കുരുക്കിന് യാതൊരു കുറവുമില്ല. ഇവിടങ്ങളിൽ പൊടിശല്യവും രൂക്ഷമാണ്. ന്യൂസ് ഡെസ്ക് TCV. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട വിവിധ വാഗ്ദാനങ്ങൾ നൽകി തൃശൂർ സ്വദേശിയിൽ നിന്നും 1,90,00,000 രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതി തൃശൂർ സിറ്റി ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലായി. നൈജീരിയൻ പൗരൻ
ഓസ്റ്റിൻ ഓഗ്ബയാണ് അറസ്റ്റിലായത്. 2023 മാർച്ച് മുതൽ ജൂൺ മാസം വരെയുള്ള കാലയളവിൽ പല ദിവസങ്ങളായി 1,90,00,000 രൂപയാണ് പ്രതി കൈപ്പറ്റിയത്. ക്രൈംബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ വൈ നിസാമുദ്ദീന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് മുംബൈ പോലീസിന്റെ സഹായത്തോടെ ഈസ്റ്റ് മുംബൈയിൽ നിന്നും പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അന്വേഷണ സംഘത്തിൽ സൈബർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സുധീഷ് കുമാർ, സി ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ KR വിനോദ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനോദ് ശങ്കർ, സിവിൽ പോലീസ് ഓഫീസർമാരായ ശരത്, പ്രശാന്ത് എന്നിവരാണ് ഉണ്ടായിരുന്നത്. പെരുമ്പിലാവിൽ ചരക്ക് ലോറി ഇടിച്ച് ബൈക്ക് യാത്രികനായ വിദ്യാർത്ഥി മരിച്ചു. ഇടിച്ച ലോറി നിർത്താതെ പോയി. പെരുമ്പിലാവ് കോട്ടപ്പുറത്ത് വീട്ടിൽ വിജു മകൻ 17 വയസ്സുള്ള ഗൌതമാണ് മരിച്ചത്. വിദ്യാർത്ഥികൾ ബൈക്കിൽ പെട്രോൾ അടിക്കാനായി പമ്പിലേക്ക് തിരിക്കുന്നതിനിടയിൽ പിറകിൽ നിന്ന് വന്ന ലോറിയുടെ പുറകുവശം തട്ടി ഇരുവരും റോഡിൽ തലയിടിച്ച് വീഴുകയായിരുന്നു. ഇരുവരെയും നാട്ടുകാർ ഉടൻ അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ഗൌതമിനെ രക്ഷിക്കാനായില്ല. ഗുരുതര പരിക്കേറ്റ പെരുമ്പിലാവ് കണ്ണേത്ത് മനുവിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എരുമപ്പെട്ടിയിൽ ബൈക്കിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. എരുമപ്പെട്ടി സീരകത്ത് വീട്ടിൽ അനീസാണ് മരിച്ചത്. ഞായറാഴ്ച വൈകുന്നേരം എരുമപ്പെട്ടി ഐശ്വര്യ കല്യാണ മണ്ഡപത്തിന് സമീപമാണ് അപകടമുണ്ടായത്. റോഡ് മുറിച്ച് കടക്കുന്നതിനിടയിൽ ബൈക്ക് ഇടിക്കുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ അനീസ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. മലക്കപ്പാറ അടിച്ചിൽത്തൊട്ടി ആദിവാസി ഉന്നതിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവിന് ദാരുണാന്ത്യം. ഉന്നതിയിലെ തമ്പാന്റെ മകൻ 20 വയസ്സുള്ള സെബാസ്റ്റ്യനാണ് മരിച്ചത്. ഞായറാഴ്ച രാത്രിയായിരുന്നു സംഭവം. കൂട്ടുകാരായ വിജയൻ, കുമാരൻ എന്നിവർക്കൊപ്പമായിരുന്നു ഉൾക്കാട്ടിലേക്ക് തേൻ ശേഖരിക്കാൻ സെബാസ്റ്റ്യൻ പോയത്. 1/2 കിലോമീറ്റർ അകലെ വെച്ച് ആന ഇവരുടെ മുന്നിലേക്ക് പാഞ്ഞടുക്കുകയായിരുന്നു. ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ സെബാസ്റ്റ്യനെ തുമ്പിക്കൈ കൊണ്ട് തട്ടി വീഴ്ത്തി. രക്ഷപ്പെടുത്താൻ ശ്രമിച്ച ശിവനെയും വിജയനെയും ആന ആക്രമിക്കാൻ ശ്രമിച്ചു. ഇവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. വീണിടത്തു നിന്നും എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതിനിടെ സെബാസ്റ്റ്യന്റെ ദേഹത്ത് ആന ചവിട്ടി. അവിടെ വെച്ച് തന്നെ മരണം സംഭവിച്ചു. അരമണിക്കൂറിന് ശേഷം സുഹൃത്തുക്കൾ ഉന്നതിയിലെത്തി വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് വനപാലകരും മലക്കപ്പാറ പോലീസും സ്ഥലത്തെത്തി. പീലാർമുഴിയിൽ വീണ്ടും കാട്ടാന വിളയാട്ടം. കുറ്റിച്ചിറ പീലാർമുഴിയിൽ തിങ്കളാഴ്ച വെളുപ്പിന് വീണ്ടും കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. ഞാറ്റുവെട്ടി മോഹനൻ പാട്ടത്തിനടുത്ത് പൈനാപ്പിൾ കൃഷി ചെയ്യുന്ന തോട്ടത്തിലെ കൃഷിയാണ് നശിപ്പിച്ചത്. തോട്ടത്തിന്റെ ഇരുമ്പ് വേലി തകർത്താണ് കാട്ടാന അകത്ത് കടന്നത്. പടിഞ്ഞാക്കര ജോർജിന്റെ പറമ്പിലെ തെങ്ങ് മറിച്ചിട്ടു. വന്യമൃഗശല്യം ഒഴിവാക്കുന്നതിന് നിയമ ഭേദഗതി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രനും MLA സനീഷ് കുമാർ ജോസഫിനും DFOയ്ക്കും പരിയാരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MT ഡേവിസ്, ജനറൽ സെക്രട്ടറി KM ജോസ് എന്നിവർ നിവേദനം നൽകി. പരിയാരം കൊന്നക്കുഴിയിൽ വീണ്ടും കാട്ടാനകൾ ഇറങ്ങി കൃഷി നശിപ്പിച്ചു. മേച്ചേരി ഡേവിസിന്റെ 200ഓളം വാഴകളാണ് ആനകൾ ചവിട്ടി മെതിച്ചത്. കഴിഞ്ഞ 1.5 മാസത്തിനുള്ളിൽ ഇത് 4ാം തവണയാണ് ഡേവിസിന്റെ തോട്ടത്തിൽ ആനകൾ കൃഷിനാശം വരുത്തുന്നത്. ചുറ്റുമുള്ള ഫെൻസിംഗ് വേലിയുടെ ഒരു ഭാഗം തകർത്തായിരുന്നു ആനകൾ കടന്നത്. കൊന്നക്കൂടിലാണ് ഇപ്പോൾ 2 ഏക്കർ കൃഷി സ്ഥലത്ത് നമ്മൾ കൃഷി ഇറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. റംബൂട്ടാൻ വെച്ച് കൃഷിയായിട്ട് വാഴയും കൊള്ളിയും നടത്തിയിരുന്നത്. അതിപ്പോൾ ഈ മാസം ഈ ഒരു മാസത്തിനുള്ളിൽ 5-6 പ്രാവശ്യം വന്നു. 2 പ്രാവശ്യം 3 പ്രാവശ്യം വന്നിട്ടാണ് വാഴ തിന്നത്. പ്രാവശ്യം വന്ന് 250 വാഴോളം നിന്ന് പോയി. കൊലച്ച് വാഴ ഞാലിപ്പൂനായിരുന്നു. ഈ പ്രാവശ്യം 10-200 വാഴോളം കൊലയ്ക്കാത്ത വഴി 10-250 മൊത്തം തീർന്നുണ്ട്. ഒരു 10-30 സെൻറ്റ് കപ്പും തീർത്ത് പോയി നശിപ്പിച്ച് കിടന്നുണ്ട്. മൊത്തം ഫെൻസിങ് ഇട്ടായിരിക്കുന്നതാണ്. ഫെൻസിങ് ചവിട്ടി കളഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ഗുണ്ട് ഓടിയപ്പോൾ ഓടി പോകുമ്പോഴേക്ക് അടുത്ത ഭാഗം അത് തകർന്ന് മൊത്തം നശിച്ചു പോയി. നമ്മളിപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ഏത് ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തുനിന്നും കൃഷിക്കാരെ സഹായിക്കാനുള്ള മനസ്സറിഞ്ഞ് സഹായിക്കാനുള്ള ഏതെങ്കിലും വേദികൾ സർക്കാരോ അല്ലെങ്കിൽ ഉത്തരവാദിത്ത ആൾക്കാർ കണ്ടെത്തുന്നത് നല്ലതാണ്. CNGയുടെ വില കിലോഗ്രാമിന് 90 രൂപയിലേക്ക്. വില വർധന പൊള്ളിക്കുന്നത് ആയിരക്കണക്കിന് ഉപയോക്താക്കളെ. കുറഞ്ഞ വിലയിൽ ഹരിത ഇന്ധനമെന്ന വിശേഷണത്തോടെ അവതരിപ്പിച്ച CNGക്കാണ് വില കുത്തനെ ഉയരുന്നത്. പെട്രോൾ ഡീസൽ വില കുതിച്ചുകൊണ്ടിരുന്ന കാലത്താണ് CNG ആശ്വാസമായി അവതരിച്ചത്. 2016-ൽ 50 രൂപയ്ക്ക് മുകളിൽ മാത്രം വിലയുണ്ടായിരുന്ന CNGക്ക് ഇപ്പോൾ വില 89 രൂപ 90 പൈസയാണ്. ഡീസലിനേക്കാൾ മെച്ചമെന്ന പ്രതീക്ഷയിൽ ലക്ഷങ്ങൾ മുടക്കി CNG കിറ്റ് ഘടിപ്പിച്ച സ്വകാര്യ ബസ് ഉടമകൾക്കാണ് വലിയ തിരിച്ചടിയായത്. 110 കിലോഗ്രാം ഇന്ധനം നിറയ്ക്കാവുന്ന ടാങ്കും അനുബന്ധ സംവിധാനങ്ങളും ഉൾപ്പെട്ട CNG കിറ്റിന് 7.5 ലക്ഷം രൂപ വരെയാണ് ബസ് ഉടമകൾ ചിലവിട്ടത്. ഗുരുവായൂർ കിഴക്കേ നടയിൽ 3 നിലകളിലായി 60 പശുക്കളെ പരിചരിക്കാനായി നിർമ്മിച്ച ഹൈടെക് ഗോശാല സമർപ്പിച്ചു. പുതുക്കോട്ട ശ്രീ മാണിക്യം ട്രസ്റ്റാണ് 10,000 ചതുരശ്ര അടിയിൽ
6 കോടി രൂപ ചെലവിട്ട് കെട്ടിടം നിർമ്മിച്ച് വഴിപാടായി സമർപ്പിച്ചത്. ഇതിനു പുറമെ മുന്തിയ ഇനം ജനുസിൽപ്പെട്ട 60 പശുക്കളെയും നൽകും. ഇതിൽ 12 പശുക്കളെ നൽകി 5 വർഷത്തെ പശുക്കളുടെ പരിപാലനവും ട്രസ്റ്റ് നടത്തും. താഴത്തെ നിലയിലും 1ാം നിലയിലും 30 വീതം പശുക്കളെ പാർപ്പിക്കാനുള്ള സൌകര്യങ്ങളുണ്ട്. മുകൾ നിലയിൽ പാൽ സംസ്കരണ യൂണിറ്റും ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിലെ ഉപയോഗം കഴിഞ്ഞുള്ള പാൽ ഇവിടെ സംസ്കരിച്ച് വെണ്ണയും തൈരുമാക്കി മാറ്റും. ഭൂഗർഭ അറയിൽ മാലിന്യ സംസ്കരണ യൂണിറ്റും സ്ഥാപിച്ചിട്ടുണ്ട്. കെട്ടിടത്തിന് പുറത്ത് ഒരേ സമയം 2 പശുക്കളെ നിർത്തി ഗോപൂജ നടത്താനുള്ള സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. പശുക്കളെ മുകളിലേക്ക് കൊണ്ടുപോകാനായി ലിഫ്റ്റും റാമ്പും ഉണ്ട്. പശുക്കൾക്ക് മുഴുവൻ സമയ കുടിവെള്ളം ലഭിക്കുന്ന സംവിധാനം, ചാണകവും മൂത്രവും ശേഖരിക്കാൻ ഓട്ടോമാറ്റിക് സംവിധാനം, സ്റ്റോർ, ഡോക്ടർമാർക്കും ജീവനക്കാർക്കുമുള്ള മുറി എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. ഗോശാലയുടെ ഉദ്ഘാടനം 18-ന് രാവിലെ 10-ന് ദേവസ്വം മന്ത്രി VN വാസവൻ നിർവഹിക്കും. മാള പൊയ്യയിൽ മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തെ തുടർന്ന് ഒരാൾക്ക് വെട്ടേറ്റു. പൊയ്യ സ്വദേശി വിവേകിനെയാണ് അയൽവാസി ബിനീഷ് വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. ഞായറാഴ്ച രാത്രിയിലാണ് സംഭവം. ഇരുവരും ചേർന്ന് ബാറിൽ നിന്ന് മദ്യം വാങ്ങി വീടിന് സമീപത്തിരുന്ന് മദ്യപിക്കുന്നതിനിടയിലാണ് തർക്കമുണ്ടായത്. സംഘർഷത്തിനിടയിൽ വെട്ടേറ്റ വിവേക് അടുത്ത വീട്ടിലേക്ക് ഓടിക്കയറുകയായിരുന്നു. എയാലിൽ വീട്ടിൽ നിന്ന് 32 പവൻ തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ കവർച്ച നടത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പ്രൊഫഷണൽ മോഷണ സംഘങ്ങളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡരികിൽ എയാൽ ചുങ്കം സെന്ററിന് സമീപമുള്ള ഒർവിൽ അംജിത്തിന്റെ വീട്ടിലാണ് വൻ കവർച്ച നടന്നത്. വീട്ടിൽ ആളില്ലാത്ത തക്കം നോക്കി വീടിന്റെ വാതിലുകൾ കുത്തി തുറന്ന അലമാര തകർത്താണ് മോഷണം നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ തിങ്കളാഴ്ച പകൽ വീട്ടുകാർ വീട് പൂട്ടിയ ബന്ധുവീടുകളിലേക്ക് വിരുന്നു പോയിരുന്നു. ശനിയാഴ്ച രാത്രി തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം നടന്നതായി മനസ്സിലായത്. കുന്നംകുളം ACP CR സന്തോഷ്, എരുമപ്പെട്ടി ഇൻസ്പെക്ടർ അശ്വിനി എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ സ്പെഷ്യൽ സ്ക്വാഡും അന്വേഷണത്തിൽ പങ്കാളികളാണ്. മുറിയിൽ നിന്ന് ലഭിച്ച വിരലടയാളങ്ങളും നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. തൃത്തല്ലൂർ ശിവക്ഷേത്ര കുളത്തിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തൃത്തല്ലൂർ സ്വദേശി കാണത്ത് 62 വയസ്സുള്ള ധർമ്മപാലനാണ് മരിച്ചത്. കുടുംബവുമായി വേർപിരിഞ്ഞ് തൃത്തല്ലൂരും പരിസരങ്ങളിലും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നയാളാണ്. കുളിക്കാനിറങ്ങിയപ്പോൾ കാൽ വഴുതി വീണതാകാം എന്നാണ് പ്രാഥമിക നിഗമനം. വാടാനപ്പള്ളി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. സ്വന്തമായി പണി തീർത്ത ടൈലുകൾ കൊണ്ട് വീട്ടുമുറ്റം അലങ്കരിച്ചിരിക്കുകയാണ് കയ്പമംഗലം സ്വദേശിയായ 70 വയസ്സുകാരൻ. കുരികുഴി 18 മുറി സ്വദേശി അടിപ്പറമ്പിൽ അബ്ദുള്ളക്കുട്ടിയാണ് പ്രായാധിക്യത്തിലും മാസങ്ങളെടുത്ത് പണി തീർത്ത ടൈലുകൾ ഉപയോഗിച്ച് വീട്ടുമുറ്റത്തെ മനോഹരമാക്കിയിരിക്കുന്നത്. ബന്ധുവീടുകളിലും മറ്റും വൈവിധ്യമാർന്ന തരത്തിലുള്ള ടൈലുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത് കണ്ടാണ് അബ്ദുള്ളക്കുട്ടിക്കും സ്വന്തം വീടിന് മുന്നിലും ടൈൽ വിരിക്കണമെന്ന ആഗ്രഹം ജനിച്ചത്. എന്നാൽ ഇതിന്റെ നിർമ്മാണ ചെലവും മറ്റും അന്വേഷിച്ചപ്പോൾ 3 ലക്ഷത്തിലധികം രൂപ വരുമെന്നറിഞ്ഞതോടെ ആഗ്രഹം നടക്കില്ലെന്നായി. പക്ഷേ പിന്മാറാൻ അബ്ദുള്ളക്കുട്ടി തയ്യാറായില്ല. സ്വന്തമായി ടൈൽ നിർമ്മിക്കാനായി അടുത്ത ശ്രമം. മക്കളുടെ പിന്തുണയും ലഭിച്ചു. നിർമ്മാണത്തിനായി പ്രത്യേക അച്ചു വാങ്ങി സിമന്റും മെറ്റലും മണലുമെല്ലാം പ്രത്യേക അനുപാതത്തിലെടുത്ത് പണി തുടങ്ങി. ദിവസം 20 എണ്ണമാണ് നിർമ്മിച്ചത്. 3600 ടൈലുകൾ നിർമ്മിച്ചു. ആകെയുള്ള 24 സെന്റിൽ മക്കളുടെ വീട്ടുമുറ്റത്തുൾപ്പെടെ പൂർണ്ണമായും ടൈൽ വിരിച്ചു കഴിഞ്ഞു. ഏകദേശം 1 വർഷത്തിനടുത്ത് സമയമെടുത്തെങ്കിലും സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് അബ്ദുള്ളക്കുട്ടി. 1 വർഷത്തോളം ഞാൻ കട്ടുണ്ടാക്കിയതിനു ശേഷം 2 ബംഗാളികളെ വിളിച്ച് ആകെ വിരിച്ച്, അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ തന്നെ സ്വന്തം പെയിൻറ് അടിച്ച് എല്ലാ പണിയും പൂർത്തീകരിച്ച് പലരും ഇവിടെ വന്ന് ഇത് നോക്കി കണ്ടൊക്കെ പോയിട്ടുണ്ട്. അവർക്കും സ്വയം ചെയ്യാൻ ചെറിയൊരു ചെലവിൽ ഇങ്ങനെ ചെയ്യാൻ അവർക്ക് പറ്റുമെന്നുള്ളതൊക്കെ ചോദിച്ചു പോയിട്ടുണ്ട്. 1,20,000 രൂപയാണ് ടൈൽ വിരിക്കുന്നതിനുൾപ്പെടെ ആകെ ചെലവ് വന്നത്. ആത്മവിശ്വാസവും പ്രയത്നിക്കുവാനുള്ള മനസ്സുമുണ്ടെങ്കിൽ ഒന്നിനും പ്രായം ഒരു തടസ്സമല്ലെന്നാണ് അബ്ദുള്ളക്കുട്ടിയുടെ കാഴ്ചപ്പാട്. TCV കയ്പമംഗലം. പാതി തളർന്ന ശരീരവുമായി അകത്തളങ്ങളിൽ ഒതുങ്ങിപ്പോയവരെയും കൊണ്ട് മൂന്നാറിലേക്ക് ഓൾ കേരള വീൽചെയർ റൈഡ്സ് ഫെഡറേഷൻ സംഘടിപ്പിച്ച വിനോദയാത്ര അവിസ്മരണീയവുമായി. പൂർണ്ണമായും ഭാഗികമായും ശരീരം തളർന്ന 52 മനുഷ്യർക്ക് ഒരിക്കലും മറക്കാനാകാത്ത ജീവിതാനുഭവമായിരുന്നു ഉല്ലാസയാത്ര. ഓരോരുത്തരുടെയും കുടുംബങ്ങളെയും കൂട്ടിയായിരുന്നു വീൽചെയർ റൈഡ്സ് ഫെഡറേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റി വിനോദയാത്ര സംഘടിപ്പിച്ചത്. 30 വർഷമായി വീട്ടിൽ നിന്നും പുറത്തിറങ്ങാത്തവരും ആദ്യമായി ബസ്സിൽ കയറുന്നവരും കൂട്ടത്തിലുണ്ടായിരുന്നു. തൃശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 2 ടൂറിസ്റ്റ് ബസ്സുകളിലായാണ് യാത്രയ്ക്ക് കൊണ്ടുപോയത്.
ചാവക്കാട്, തൃപ്രയാർ, കൊടുങ്ങല്ലൂർ ഭാഗത്തു നിന്നുള്ളവരുടെ യാത്രയ്ക്ക് നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ തൃപ്രയാറിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഫെഡറേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് PB സക്കീർ ഹുസൈൻ, തൃശൂർ ജില്ലാ ഭാരവാഹികളായ താജുദ്ദീൻ, ഷെറീന, സീമ തോമസ് എന്നിവർ യാത്രയ്ക്ക് നേതൃത്വം നൽകി. ഫയർ ആൻഡ് റെസ്ക്യൂ, സിവിൽ ഡിഫൻസ് അംഗങ്ങളായ സജി അപർണ, OV ബെന്നി, പ്രബീഷ്, സുനിൽ തൊഴിയൂർ, സന്നദ്ധ പ്രവർത്തകരായ PK ധർമ്മരാജ്, സാലി, പാലിയേറ്റീവ് നഴ്സുമാരായ ഷീജ പൊന്നാനി, ജിഷ എന്നിവർ യാത്രയിലുടനീളം സാന്ത്വനവും സജീവ സഹായവുമായി യാത്രയ്ക്ക് പിന്തുണ നൽകി. ജീവിതത്തിൽ സ്വപ്നം മാത്രമായിരുന്ന കുളിരുള്ള തേയിലക്കുന്നുകളിലൂടെയുള്ള യാത്രയും പ്രകാശമാനമായ മൂന്നാർ ഹൈഡൽ പാർക്കിലെ സായാഹ്നവും ആസ്വദിച്ചുള്ള യാത്ര സഫലമായതിന്റെ ആഹ്ലാദത്തിലാണ് ഈ ഭിന്നശേഷിക്കാരുടെ സംഘം. TCV ന്യൂസ്, കയ്പമംഗലം. വിഷുവിന്റെ പശ്ചാത്തലത്തിൽ അണിയിച്ചൊരുക്കിയ ചേല് എന്ന സംഗീത വീഡിയോ ആൽബം ശ്രദ്ധേയമാകുന്നു. സ്വർണ്ണവർണ്ണപ്പൂവേ, നല്ല കണിക്കൊന്ന പൂവേ, കണ്ടോ എന്റെ കള്ളൻ തേൻ തേടി വന്നുവോ. പ്രണയത്തിന്റെ കണിക്കൊന്ന പൂക്കുന്ന ചേലുള്ള വിഷുക്കാലത്തെയാണ് 4.5 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ സംഗീത വീഡിയോ ആൽബത്തിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. വിഷുവിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന പ്രണയമാണ് മനോഹരമായ വരികളിലൂടെയും ദൃശ്യവിരുന്നിലൂടെയും അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. നിരവധി ഹ്രസ്വചിത്രങ്ങളും ആൽബങ്ങളും തയ്യാറാക്കിയിട്ടുള്ള മണി അഡാട്ടാണ് ചേലിന്റെ സംവിധാനം നിർവഹിച്ചത്. ബിഗീഷ് പുന്നശ്ശേരിയുടെ വരികൾക്ക് മിഥുൻ മലയാളമാണ് സംഗീതം നൽകിയത്. ലക്ഷ്മി കൃഷ്ണയാണ് ആലാപനം. കൃഷ്ണരാജൻ, ഗോകുൽ നന്ദൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളായി അഭിനയിച്ചിരിക്കുന്നത്. അജിത് റേ പുന്നശ്ശേരി നിർമ്മിച്ച ആൽബത്തിന്റെ ക്യാമറ സന്ദീപ് ശങ്കർദാസും എഡിറ്റിംഗ് മിൽജോ ജോണിയും നിർവഹിച്ചു. യൂട്യൂബിലൂടെ റിലീസ് ചെയ്ത ആൽബത്തിന് മികച്ച സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. ചുണ്ടിൽ ചെറുമുത്തങ്ങൾ നൽകാം, ചെമ്പകപ്പൂഗന്ധം നുകരാം, കുന്നിൻ മുകളിൽ ഒന്നിച്ചേരിടാം പ്രിയനേ നീ. പുതുക്കാട് ശക്തമായ കാറ്റിൽ മരം വീണ് വൈദ്യുതി കമ്പികൾ റോഡിലേക്ക് പൊട്ടിവീണു. കേരള വിഷന്റെ ഓഫീസിന് മുന്നിലുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ ഞാവൽ മരത്തിന്റെ ചില്ലകളാണ് വൈദ്യുതി കമ്പിയിൽ വീണത്. മേഖലയിൽ വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു. വാർഡ് മെമ്പർ സെബി കൊടിയന്റെ നേതൃത്വത്തിൽ മരം മുറിച്ചു നീക്കി. അപകട സമയത്ത് സ്കൂട്ടർ യാത്രികൻ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. KSEB അധികൃതർ സ്ഥലത്തെത്തി വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,755 രൂപ, പവന് 70,040 രൂപ, വെള്ളി ഗ്രാമിന് 107 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,238 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും പൊൻകണിയൊരുക്കി മലയാളികൾ വിഷു ആഘോഷിച്ചു. കണ്ണനെ കണി കാണാൻ ഗുരുഭവനപുരിയിലെത്തിയത് ആയിരങ്ങൾ. സമരം ചെയ്യുന്നവരോട് സർക്കാരിന് അലർജിയാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ആശാവർക്കർമാരോട് സർക്കാർ ചെയ്യുന്നത് കൊലച്ചതിയെന്നും ചെന്നിത്തല. മാള മേലഡൂരിൽ മദ്യലഹരിയിൽ കാറോടിച്ച പോലീസുകാരന്റെ അപകടയാത്ര. ചാലക്കുടി ഹൈവേ പോലീസ് വാഹനത്തിലെ ഡ്രൈവർ അനുരാജാണ് അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചത്. സംഭവത്തെ തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. കാലങ്ങളായി ഇഴഞ്ഞു നീങ്ങിയിരുന്ന തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നു. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പാതയുടെ നവീകരണം പുരോഗമിക്കുന്നത്. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട തൃശൂർ സ്വദേശിയിൽ നിന്നും 1 കോടിയിലധികം രൂപ തട്ടിയെടുത്ത പ്രതി ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലായി. നൈജീരിയൻ പൗരൻ ഓസ്റ്റിൻ ഓഗ്ബയാണ് പിടിയിലായത്. പെരുമ്പിലാവിൽ ചരക്ക് ലോറി ഇടിച്ച് ബൈക്ക് യാത്രികനായ വിദ്യാർത്ഥി മരിച്ചു. ഇടിച്ച ലോറി നിർത്താതെ പോയി. എരുമപ്പെട്ടിയിൽ ബൈക്കിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മലക്കപ്പാറ അടിച്ചിൽ തൊട്ടി ആദിവാസി ഉന്നതിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവിന് ദാരുണാന്ത്യം. പിലാർമുഴിയിലും പരിയാരം കൊന്നക്കുഴിയിലും കാട്ടാനകളിറങ്ങി കൃഷി നശിപ്പിച്ചു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.